ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി മഷ്റൂം കുമലി കൂണ് എന്നൊക്കെ പറയുന്ന റെസിപ്പിയാണ്. അപ്പോൾ എനിക്കിത് കാണുമ്പോൾ എൻ്റെ ഒരു നൊസ്റ്റ് വരുന്നതെന്ന് പറയില്ല, നമ്മൾ ഭയങ്കര നൊസ്റ്റാൾജിയ. പണ്ട് കാലത്ത്, ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറയാൻ പറ്റില്ല, പുതുമഴ പെയ്യുമ്പം, ഇപ്പം പുതുമഴയൊന്നുമില്ലല്ലോ, എപ്പോഴും മഴ തന്നെയല്ല, അതുകൊണ്ട് പുതുമഴക്കൊന്നും പ്രത്യേകതയില്ല. അപ്പോൾ പുതുമഴ പെയ്യുന്ന സമയത്ത് ഇടിമുട്ടുമ്പോൾ പിന്നെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയെല്ലാം പറയും, ഓ നാളേക്ക് കുമല് വന്നു എന്ന് പറയും. അപ്പോൾ രാവിലെ തന്നെ അച്ഛൻ എണീച്ച് പറമ്പിൽ നടന്ന് നോക്കുമ്പോൾ ഇങ്ങനെ കുമലിനൊരു മണം വരാൻ കേട്ടോ. ഞാനും അച്ഛൻ്റെ കൂടെ പോകും. എന്നിട്ട് നിറയെ ഇങ്ങനെ വാരി വെതറുപോലെ മൊട്ട് കുമൽ എന്ന് പറയും. കുമലിൻ്റെ മൊട്ടിങ്ങനെ കാണും. ചിലതൊക്കെ വിരിഞ്ഞ് കൊട പോലെ ഇരിക്കുന്നുണ്ടാവും, അതിലൊക്കെ ചിലപ്പോൾ പുഴുവൊക്കെ കാണും. പക്ഷേ ഈ മൊട്ട് കുമല ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് അതിങ്ങനെ നിറയെ പറിച്ചു കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഉണ്ടാക്കും. ഇതുപോലെയല്ല, വേറെ സ്റ്റൈലിലാണ് അമ്മ ഉണ്ടാക്കുന്നത്, ഞാൻ ഇതുപോലെയാണ് ഉണ്ടാക്കുന്നത്. ഇത് എളുപ്പമാണ് കേട്ടോ. നമ്മൾ തനിയെ താമസിച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച് ജോലിക്ക് പോകുന്നതും പഠിക്കുന്നതും കുട്ടികൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി ഞാൻ പറഞ്ഞു തരുന്നത്. ചീനച്ചട്ടി അടുപ്പത്ത് വെക്കുക, നമ്മൾ ഏത് പാത്രത്തിലുണ്ടാക്കുന്ന ആ പാത്രം അടുപ്പത്ത് വെക്കുക, അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു എണ്ണ ഒഴിക്കുക. എന്നിട്ട് അതിലോട്ടേക്ക് ഒരു 2 ഉള്ളി, ഒരു തക്കാളി, ഒരു 3-4 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഉപ്പ്, ഇത്രയും ഇട്ടിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതൊന്നിങ്ങനെ ഒരു വഴണ്ട് വരുന്ന അതിലോട്ടേക്ക് മഷ്റൂം, അതിൻ്റെ പുറത്തെ തോലിങ്ങനെ ഞാൻ കളഞ്ഞു കൊടുക്കലുണ്ട് കേട്ടോ. അത് കളഞ്ഞു കൊടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കിയ മഷ്റൂം മഞ്ഞൾപ്പൊടി ഉപ്പിട്ട വെള്ളത്തിൽ ഇട്ട് വെക്കും. അത് ഒരു 5 മിനിറ്റ് ഇട്ട് വെച്ചാൽ മതി. ആ ഇട്ട് വെച്ചിട്ട് പിന്നെ നല്ല വെള്ളത്തിൽ 2 പ്രാവശ്യം അത് കഴുകുകയും ചെയ്യും. കഴുകിയിട്ട് ഇതിലോട്ടേക്ക് ഇടും, ഈ ഇട്ട സംഭവത്തിലേക്ക് ഇടും. എന്നിട്ട് 1/2 സ്പൂണ് കുരുമുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി പിന്നെ ഇട്ടിട്ട് ഇത് നല്ല പോലെ മിക്സ് ചെയ്ത് വെക്കും. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇടാം. മിക്സ് ചെയ്ത് വെച്ചിട്ട് സാധാരണ ഇത് അടച്ച് വെച്ചിട്ട് ഇതിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ തന്നെ വേവ് ചെയ്യുക. പക്ഷേ നിങ്ങൾ ആദ്യമായിട്ട് കറി ഉണ്ടാക്കുന്നവരും ബാച്ചിലർ, അവർക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തവരാകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങളെടുത്ത് തിളപ്പിച്ചാറിയ വെള്ളമോ തിളച്ച വെള്ളം ഉണ്ടെങ്കിൽ അത് ഒരു 1/2 ഗ്ലാസ് അല്ലെങ്കിൽ 3/4 ഗ്ലാസ് ഒഴിച്ചാൽ മതി. അല്ലെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചാലും മതി. ഞാൻ പച്ചവെള്ളം തന്നെ ഒഴിക്കൽ, എനിക്ക് ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് 5 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കുക. ലോ ഫ്ലെയിമിൽ എന്ന് പറഞ്ഞാൽ 1000 നിങ്ങൾ ഇൻഡക്ഷനിലാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കും. ഇതുപോലെ തിളക്കുന്ന ഒരവസ്ഥയിലാണ് വെക്കേണ്ടത്, വെള്ളം ഒഴിച്ചിട്ട്. എന്നിട്ട് 5 മിനിറ്റ് വെച്ചിട്ട് നിങ്ങൾ ഉപ്പ് നോക്കുക. ഉപ്പ് നോക്കിയിട്ട് പിന്നെ വെന്തിട്ടില്ലെങ്കിൽ പിന്നെ ഒരു 5 മിനിറ്റ്, കൂടി വന്ന ഒരു 10 മിനിറ്റ് അതിന് വേവില്ലോ, അതിലപ്പുറം വേവിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർ അല്ലെങ്കിൽ അധികം എക്സ്പീരിയൻസ് ഇല്ലാതെ കുട്ടികളൊക്കെ ഉണ്ടാക്കുന്നതാണ്, ഇടയ്ക്കിടെ ഒന്ന് തുറന്ന് നോക്കും, ഇളക്കവും ഉപ്പ് നോക്കും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കറി ഒന്ന് ചിലപ്പോൾ കരിഞ്ഞു പോകാണ്ടല്ലോ പിന്നെ ഇരിക്കാൻ നല്ലതാണ്. ഓരോ സമയത്ത് നമ്മൾ അറിയാത്തവരാകുമ്പോൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെക്കും, അല്ല ചെറിയ ഫ്ലെയിമിൽ ആക്കാൻ മറന്നു പോകും. നമ്മൾ തീ കൂട്ടിയും കുറച്ചും ഉപ്പ് നോക്കിയും അടച്ചും തുറന്നും അങ്ങനെയൊക്കെയാണ് ആദ്യം ഉണ്ടാക്കുന്നത്. പിന്നെയാണ് നമുക്കറിയാൻ പറ്റുന്നത്, ഇത് ഇപ്പം തുറന്ന് നോക്കുന്ന സമയമായി, ഇപ്പം ഇനിയിപ്പോൾ അവിടെ നിന്ന് വേവട്ടെ. നമ്മൾ പറയില്ലേ, കറിയുണ്ട് ഓഫാക്കണ്ടേ കരിഞ്ഞു പോലെ എന്ന് പറയുമ്പോൾ വേണ്ട അതായിക്കോളും. നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടും. കുക്കിംഗ് ഇൻട്രസ്റ്റ് ഇല്ലവരിക്കാണ് ഞാൻ പറയുന്നത്, അല്ല ഇൻട്രസ്റ്റ് ഇല്ലാത്തവർക്ക് എങ്ങനെയായാലും വെച്ച് കഴിച്ചേ പറ്റുന്നില്ലവർക്ക്. ഇപ്പോൾ ഇഷ്ടംപോലെ ഈ മഷ്റൂമിൻ്റെ പാക്കറ്റൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട്. അത് വാങ്ങുമ്പോൾ എപ്പോഴും ഫ്രഷാണെന്ന് അവരോട് ചോദിച്ച് ഉറപ്പ് വരുത്തണം. നല്ല ഫ്രഷ് കളറിൽ തന്നെ നോക്കി വാങ്ങണം. പിന്നെ അത് ഉണ്ടാക്കുമ്പോൾ പുറത്തെ ആ ഒരു തോലിങ്ങനെ പൊളിച്ച് കളഞ്ഞിട്ട് വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മഷ്റൂം വാങ്ങുമ്പോൾ ഫ്രഷ് ആണെങ്കിലേ വാങ്ങാൻ പാടുള്ളൂ കേട്ടോ, കളർ മാറിയതൊന്നും വാങ്ങാൻ പാടില്ല. അങ്ങനെ പ്രത്യേകം നോക്കി അവരോട് ചോദിച്ച് ഉറപ്പ് വരുത്തിയിട്ട് വാങ്ങണം. ഓക്കെ, താങ്ക് യു.